അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ എം.കെ. റാമിനെ ക്രൈംബ്രാഞ്ച് കണ്ണൂരിലെത്തിച്ചു. കർണാടകയിലെ കുടകിൽ ഒളിവിൽ താമസിച്ചു വരുന്നതിനിടെയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം.കെ. റാമിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് ക്രൈംബ്രാഞ്ച് എസ്.പി. കെ.വി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിതിൻ രാജ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിന്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പായുള്ള വിഷയമാണ്. കർണാടകയിലെ കുടകിൽ വെച്ചാണ് അറസ്റ്റ്. റാമിന് കേസുമായി ബന്ധമുള്ളതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും എസ്.പി. അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് അധ്യാപകരായ ഡോക്ടർ എം.കെ. റാമിന്റെ നേതൃത്വത്തിലുള്ളവരുടെ പീഡനം കാരണം നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത്. കേസിലെ രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു.